അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മൾട്ടിമീറ്റർ കൊണ്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ മൾട്ടിമീറ്റർ കൊണ്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് വയറിന്റെ പ്രോബ് ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ചോപ്പ് വയറിനെ ഈ സെക്കൻഡ് വയറിലേക്കും ഈ കറുപ്പിനെ ഈ ലാസ്റ്റ് വണ്ണിലേക്കും കണക്ട് ചെയ്താൽ നമുക്ക് മൾട്ടിമീറ്ററിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് രണ്ട് പ്രോബ് ഉണ്ട്. അപ്പൊ നമുക്കിനി വാൾട്ടേജ് ചെക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബാറ്ററിയാണ്. അപ്പൊ നമുക്ക് 20 ഇടാം. 20 ഇടുന്നതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാറ്ററിന്റെ വാൾട്ട് ചെക്ക് ചെയ്യാണ്. നമുക്ക് ഈ വാൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ മാക്സിമം പോണ വാൾട്ട് 20 വരെ പോവില്ല. അപ്പൊ നമുക്ക് 20 ഇടാം. ഇപ്പൊ കൂടുതലാണെങ്കിൽ 200, അതിനും കൂടുതലാണെങ്കിൽ 1000 അങ്ങനെ വാൾട്ടേജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവാം. ഇത് ഡയറക്റ്റ് കണ്ട് ചെക്ക് ചെയ്യാണ്. നമുക്ക് ഇതിന്റെ ഈ ഇങ്ങനത്തെ ബാറ്ററിന്റെ വാൾട്ടേജ് ചെക്ക് ചെയ്യാൻ 20 മതിയാവും. അപ്പൊ നമുക്ക് വാൾട്ടേജ് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ചോപ്പിനെ പോസിറ്റീവിലേക്കും ഇതിനെ മൈനസിലേക്കും കണക്ട് ചെയ്യാം. അപ്പൊ അതാ അവിടെ സ്ക്രീനിൽ വാൾട്ടേജ് ഉണ്ട് 8.0. ഞാൻ അളക്കിയതുകൊണ്ട് പോവാണ്. 8.04 വാൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ബാറ്ററി ഉപയോഗിക്കാൻ ഇതുകൊണ്ട് മോട്ടറൊക്കെ കടക്കാൻ പറ്റും. ഇത് വെച്ച് നമുക്ക് മോട്ടറൊക്കെ കണക്കാൻ പറ്റും. അതിനുള്ള വാൾട്ടേജ് ഉണ്ട്. പിന്നെ അടുത്ത പർപ്പസ് ലൈനിൽ നിന്ന് വരുന്ന ഇൻഡയറക്റ്റ് കണ്ട് ഞാൻ ചെക്ക് ചെയ്തതാണ്. ഇതാണ് ഇൻഡയറക്റ്റ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ 750 ഇടുന്നത് വാൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ 200 നമ്മുടെ ചിലപ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് അത് ഡേഞ്ചർ ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ കുറേ പർപ്പസ് ഉണ്ട്. നമുക്കിനി അടുത്ത് എന്താ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആംബിയർ ആണ്. ഇതാണ് ആംബിയർ. പിന്നെ ഇതിലുള്ളത് ആംബിയർ ആണ്. ഇത് വെച്ചിട്ട് ആംബിയർ അളക്കാൻ പറ്റും. ഒരു ഫസ്റ്റ് എത്ര വാൾട്ട് വയ്ക്കുന്നത് നമുക്ക് ഇതും അറിയാൻ പറ്റും. നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പൊ നമുക്കിനി എങ്ങനെ ആംബിയർ ചെക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇത് ഫസ്റ്റ് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് വേറെ കാര്യം കൂടി ചെയ്യാനുണ്ട്. പിന്നെ ഇത് ഈ പ്രോബും കൂടി എടുത്തിങ്ങനെ മാറ്റി ആദ്യത്തേക്ക് ഇടണം. പെട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ആംബിയർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണത്. ഞാൻ പിന്നെ ബാറ്ററി എടുക്കാറുണ്ട്. ഡയറക്റ്റ് അഡാപ്റ്റർ നിർത്തിയിരിക്കുകയാണ്. നമുക്കപ്പോൾ അങ്ങനെ ആംബിയർ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പ്രോബ് ഇതിലേക്ക് കണക്ട് ചെയ്ത് അടുത്ത പ്രോബ് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മോട്ടോർ വർക്ക് ചെയ്യുന്നതാണ്. മൾട്ടിമീറ്ററിലേക്ക് നോക്കുമ്പോൾ 0.45 വാൾട്ടാണ് ഈ മോട്ടോർ എടുക്കുന്നത്. ഇതിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മിനി മോട്ടോർ എത്രത്തോളം വാൾട്ട് എടുക്കുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. ആ വാൾട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. നമുക്കിനി അടുത്ത് HEF എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിസ്റ്ററിന്റെയും എല്ലാത്തിന്റെയും കണ്ടീഷൻ എങ്ങനെയുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയുണ്ടോ എന്ന് നോക്കാനാണ് നമുക്ക് HEF വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഒരു ഉപയോഗം കൂടിയുണ്ട്. ഇത് ഫ്രീക്വൻസി ചെക്ക് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് കൊണ്ട് ഫ്രീക്വൻസി ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമുക്ക് വല്ല ഇതുപോലത്തെ ലൈനുകളിലോ അതോ വല്ല വയറുകളിലോ എവിടെയെങ്കിലും മുന്നിട്ടുണ്ടോ, ഉള്ളിൽ നിന്ന് ലൂസ് കോണ്ടാക്ട് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ രണ്ട് വയറും കൂടി കണക്ട് ചെയ്യുമ്പോൾ ശബ്ദം വരും. അപ്പോൾ ഈ വയറിനൊരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ചിട്ട് ഫ്യൂസുകളെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് മൾട്ടിമീറ്റർ വെച്ച് ഇത് വെച്ച് റെസിസ്റ്ററൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.